നെക്സ്റ്റ് വരുന്ന ഒരു അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് സ്ക്രം എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്രം. അപ്പോൾ സ്ക്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ് ദാറ്റ് വാസ് കൺസീവ്ഡ് ബൈ ജെഫ് സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഹിസ് ഡെവലപ്മെൻറ്റ് ടീം ഇൻ ഏർലി 1990s. അപ്പം 1990s ഇങ്ങനെയുള്ള ഈ സ്ക്രം എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ കൊണ്ടുവന്നത്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജെഫ് സ്വിറ്റ്സർലാൻഡും അയാളുടെ ഒരു ഡെവലപ്മെൻറ്റ് ടീമും കൂടി കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ കൊണ്ടുവന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ സ്ക്രം മോഡലിലേക്ക് അല്ലെങ്കിൽ സ്ക്രം മെത്തേഡിലേക്ക് കുറേ ഫെർദർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷോബർ ആൻഡ് ബീഡിൽ എന്ന് പറയുന്ന ആൾക്കാരാണ് അത് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ദാറ്റ് 1990s അതിൻ്റെ ഒരു ഇനീഷ്യൽ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. അതിന് ശേഷം അതിലേക്ക് കുറേയും കൂടി ഡെവലപ്മെൻറ്റ്സ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. Scrum principles are consistent with the Agile Manifesto and are used to guide development activities within a process that incorporate the following framework activities. ഇപ്പോൾ സ്ക്രമ്മിൽ ഇതേപോലെ തന്നെ അജൈൽ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അജൈൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡലാണ്. ആൻഡ് ഇതിൽ വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ കണ്ടതിൽ 4 ആക്ടിവിറ്റീസാണ് എക്സ്പിയിൽ ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ സ്ക്രം പ്രോസസ്സിൽ വരുന്ന ആക്ടിവിറ്റീസ് കുറച്ചും കൂടി വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് റിക്വയർമെൻറ്റ്സ്. നമുക്ക് റിക്വയർമെൻറ്റ്സ് ഇല്ല ഇവിടെ. റിക്വയർമെൻറ്റ്സ്, അനാലിസിസ്, ഡിസൈൻ, എവല്യൂഷൻ ആൻഡ് ഡെലിവറി. ഓക്കെ, അപ്പം എക്സ്പിയിൽ 4 ഉണ്ടായിരുന്നത്. പ്ലാനിങ് ഉണ്ടായിരുന്നു, ഡിസൈൻ ഉണ്ടായിരുന്നു, കോഡിങ് ആൻഡ് ടെസ്റ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഇവിടെ വരുന്നത് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, അനാലിസിസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, ഡിസൈൻ, എവല്യൂഷൻ ആൻഡ് ഡെലിവറി. ദീസ് ആർ ദി 5 ആക്ടിവിറ്റീസ്. Okay, then within each framework activities, work tasks occur within a process pattern called a sprint. നമ്മളിങ്ങനെ 5 ആക്ടിവിറ്റി ഉണ്ട് പറഞ്ഞല്ലോ അല്ലേ. ഈ 5 ആക്ടിവിറ്റീൻ്റെ ഉള്ളിലും വർക്ക് നടക്കുന്നത് ഒരു പെർട്ടിക്കുലർ പ്രോസസ് പാറ്റേണിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ആ പാറ്റേണിന് പറയുന്ന ഇവിടുത്തെ പേരാണ് സ്പ്രിൻ്റ് എന്ന് പറയുന്നത്. സ്പ്രിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോസസ് പാറ്റേൺ ദാറ്റ് ഡിഫൈൻസ് ദ വർക്ക് ടാസ്ക്. ഓരോ ആക്ടിവിറ്റിയിലും വർക്ക് ടാസ്ക് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ് പാറ്റേൺ ആണ് എന്ത്, സ്പ്രിൻറ്റ്. ക്ലിയർ? The work conducted within a sprint is adapted to the problem at hand and is defined and often modified in real time by the Scrum team. അപ്പോൾ സ്പ്രിൻറ്റിനാണല്ലോ നമ്മൾ പ്രോസസ് പാറ്റേൺ ഉണ്ടാവുക അല്ലേ, എന്തൊക്കെ വർക്കുള്ളത്. അപ്പോൾ ഈ സ്പ്രിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം. പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെയാണ് റിക്വയർമെൻറ്റ് അല്ലേ. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, സ്പ്രിൻ്റ് ഉണ്ടാവുക. ആൻഡ് ഈ പ്രോബ്ലം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്തും ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്പ്രിൻറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ സ്പ്രിൻറ്റ് ചേഞ്ച് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സ്ക്രം ടീം തന്നെ അല്ലെങ്കിൽ സ്ക്രമിൻ്റെ ഡെവലപ്മെൻറ്റ് ടീം തന്നെയായിരിക്കും സ്പ്രിൻറ്റും ചേഞ്ച് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ സ്പ്രിൻറ്റ് എന്ന് പറയുന്നത് അത് വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രോബ്ലം. എന്ത് ടൈപ്പ് ഓഫ് സംഭവമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആ സ്പ്രിൻറ്റ് അല്ലെങ്കിൽ നമ്മളെ പ്രോസസ് പാറ്റേൺ അത് വേരി ചെയ്തുകൊണ്ട് വെക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതിൻ്റെ ഓവറോൾ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Scrum emphasizes the use of a set of software process patterns that have proven effective for projects with tight timelines, changing requirements and business criticality. അപ്പോൾ സ്ക്രമ്മിൽ എങ്ങനത്തെ പ്രോസസ് പാറ്റേൺസ് ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം ലൈനും അതുപോലെ ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സും അതുപോലെ ബിസിനസ്സിൻ്റെ ക്രിറ്റിക്കാലിറ്റി, ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രോസസ് പാറ്റേൺ ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്ക്രം ഡെവലപ്മെൻറ്റ് മോഡലിൽ യൂസ് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, ടൈം ഭയങ്കര ടൈറ്റ് ടൈം ലൈൻ, ഇത്ര വളരെ ഷോർട്ട് ടൈമിനെ കൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് ടൈമൊന്നും ഇല്ലാത്ത ടൈറ്റ് ടൈം ലൈനുള്ള പ്രോജക്ട്സുകൾ
ഡീൽ ചെയ്യാനും അതുപോലെ റിക്വയർമെൻറ്റ്സ് ഒരു ഫസ്റ്റ് വന്നത് മാത്രമല്ല അതിൽ ഒരുപാട് ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് വന്നാലും അതുപോലെ ബിസിനസ്സിന് ക്രിട്ടിക്കാലിറ്റി ഒരുപാട് കൂടുതലുള്ള സിമ്പിളായിട്ടല്ലാണ്ട് ക്രിട്ടിക്കാലിറ്റി കൂടുതലുള്ള ബിസിനസ്സുകൾ ഡീൽ ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തേനൊക്കെ എഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ അതിനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസ് പാറ്റേൺസ് വേണം നമ്മൾ എന്തിൽ യൂസ് ചെയ്യാൻ, സ്ക്രം മോഡലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Clear? And each of these process patterns defines a set of development activities. അപ്പോൾ ഇവിടെയുള്ള ഈ ഓരോ പ്രോസസ് പാറ്റേൺസും കുറച്ച് ആക്ടിവിറ്റീസ് അതിൽ അല്ലെങ്കിൽ ആ പ്രോസസ് പാറ്റേൺസിൽ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് വരുന്നത്. അതിൽ ഓരോന്നും നോക്കാം നമുക്ക്. ഫസ്റ്റ് ആക്ടിവിറ്റി പ്രോസസ് പാറ്റേണിൽ വരുന്ന ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ബാക്ക്ലോഗ് എന്ന് പറയുന്നത് എ പ്രയോറിറ്റൈസ് ലിസ്റ്റ് ഓഫ് പ്രോജക്റ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഫീച്ചേഴ്സ് ദാറ്റ് പ്രൊവൈഡ് ബിസിനസ് വാല്യൂ ഫോർ ദി കസ്റ്റമർ. കസ്റ്റമർ കുറേ റിക്വയർമെൻറ്റ്സ് തന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ കസ്റ്റമേഴ്സിന് ആ കസ്റ്റമർ റിക്വയർമെൻറ്റ്സിന് പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ തന്ന ഫീച്ചേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ലിസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് എന്ത് ഒരു ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലിസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രയോറിറ്റൈസ് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ്. കസ്റ്റമേഴ്സ് തന്ന ഫീച്ചേഴ്സിൻ്റെ ഒരു പ്രയോറിറ്റൈസ് ലിസ്റ്റാണ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദാറ്റ് ഐറ്റംസ് ക്യാൻ ബി ആഡഡ് ടു ദി ബാക്ക്ലോഗ് അറ്റ് എനി ടൈം. നമുക്ക് ഈ ബാക്ക്ലോഗിലേക്ക് ഐറ്റംസ് എത്ര നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. സോ വി ക്യാൻ ആഡ് ഐറ്റംസ് ടു ദിസ് ബാക്ക്ലോഗ് അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ഐറ്റംസിന് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ പ്രോഡക്റ്റ് മാനേജർ അസസ് ദ ബാക്ക്ലോഗ് ആൻഡ് അപ്ഡേറ്റ്സ് പ്രയോറിറ്റി ആസ് റിക്വയർഡ്. അപ്പോൾ ഈ നമ്മൾ ബാക്ക്ലോഗ് ഇനീഷ്യലി ഉള്ളതായിരിക്കില്ല അല്ലേ, അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞല്ലോ. സോ ഈ പ്രോജക്റ്റ് മാനേജർ എന്താ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് മാനേജർ എന്താ ചെയ്യുന്നത്, ഈ ബാക്ക്ലോഗ് അനലൈസ് ചെയ്യും. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് പ്രയോറിറ്റീസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വെക്കും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇൻ ദി പ്രോസസ് പാറ്റേൺ. ഇനി പ്രോസസ് പാറ്റേണിൽ വരെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് സ്പ്രിൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് സ്പ്രിൻറ്റ്സ് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വർക്ക് യൂണിറ്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ റിക്വയർമെൻറ്റ് ഇൻ ദ ബാക്ക്ലോഗ് ദാറ്റ് മസ്റ്റ് ബി ഫിറ്റ് ഇൻ ടു എ പ്രീ ഡിഫൈൻഡ് ടൈം ബോക്സ്. അപ്പോൾ സ്പ്രിൻറ്റ്സിൽ എന്താ ഉണ്ടാവുന്നത്, വർക്ക് യൂണിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ നമ്മൾ നേരത്തെ ബാക്ക്ലോഗിൽ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ബാക്ക്ലോഗിലുള്ള റിക്വയർമെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കിനെയാണ് അല്ലെങ്കിൽ വർക്ക് യൂണിറ്റ്സിനെയാണ് എന്ത് പറയുക, സ്പ്രിൻറ്റ്സ് എന്ന് പറയാം. ആൻഡ് അതും വിത്തിൻ എ പെർട്ടിക്കുലർ ടൈം ലൈൻ, ഒരു ടൈം ലൈനിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ചെയ്ത് തീർത്താൽ പോരാ. ബാക്ക്ലോഗിലുള്ള ആക്ടിവിറ്റീസ് വിത്തിൻ ദി ടൈം ലൈൻ, ആ ടൈം ലൈനിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന മീൻസ് അത് ചെയ്യേണ്ട രീതിയിലുള്ള വർക്ക് യൂണിറ്റ്സ് ആണ് എന്ത് സ്പ്രിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിച്ചു തരാം. സ്പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വർക്ക് യൂണിറ്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ റിക്വയർമെൻറ്റ് ഡിഫൈൻഡ് ഇൻ ദ ബാക്ക്ലോഗ് ദാറ്റ് മസ്റ്റ് ബി ഫിറ്റ് ഇൻ ടു എ പ്രീ ഡിഫൈൻഡ് ടൈം ബോക്സ് അല്ലേ. ആ ബാക്ക്ലോഗിൽ റിക്വയർമെൻറ്റ് എപ്പോഴെങ്കിലും അച്ചീവ് ചെയ്താൽ പോരാ, ആ ടൈം ലൈനിൻ്റെ ഉള്ളിൽ അച്ചീവ് ചെയ്യണം അല്ലേ. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വർക്ക് യൂണിറ്റ് ആണ് സ്പ്രിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓൾസോ ചേഞ്ചസ് ആർ നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ സ്പ്രിൻറ്റ്. ഹെൻസ് ദ സ്പ്രിൻറ്റ് allows team members to work in short term but stable environment. അപ്പോൾ എന്താണ് ഇവിടെ സ്പ്രിൻറ്റിൻ്റെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിലേക്ക് ചേഞ്ചസ് ആഡ് ചെയ്യാൻ പറ്റില്ല. ബാക്ക്ലോഗിലാണ് ആഡ് ചെയ്യുക, സ്പ്രിൻറ്റ്സിലല്ല. സോ എന്താണ് സ്പ്രിൻറ്റ്സ് ടീം മെമ്പേഴ്സിനെ ഒരു ഷോർട്ട് ടേമിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യും. ഓൾസോ ഒരു സ്റ്റേബിൾ എൻവയൺമെൻറ്റിലായിരിക്കും ഇവിടുത്തെ അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നില്ല, സ്റ്റേബിൾ എൻവയൺമെൻ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റേബിൾ എൻവയൺമെൻറ്റിലാണ് ഈ ഒരു സ്പ്രിൻറ്റിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ് ടീം വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ആക്ടിവിറ്റി സ്പ്രിൻറ്റ്സ്. നെക്സ്റ്റ് ഇസ് സ്ക്രം മീറ്റിംഗ്സ്. Scrum meetings are short meetings
ഹെൽഡ് ഡെയിലി ബൈ ദ സ്ക്രം ടീം. നമുക്കൊരു സ്ക്രം ടീം ഉണ്ടല്ലോ അല്ലേ, ഒരു ഡെവലപ്മെൻറ്റ് ടീം ഉണ്ട്. അപ്പോൾ ഈ സ്ക്രം ടീം ഡെയിലി ബേസിസിൽ നടത്തുന്ന ഒരു മീറ്റിങ്ങിനാണ് എന്ത് പറയുക, സ്ക്രം മീറ്റിംഗ് എന്ന് പറയുക. ആൻഡ് നോർമലി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 minutes ഒക്കെ ഉള്ള ചെറിയൊരു മീറ്റിംഗ് ആയിരിക്കും. ആൻഡ് 3 key questions are asked and answered by all team members. അപ്പോൾ ഈ സ്ക്രം മീറ്റിങ്ങിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടാകുന്ന 3 മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഇസ് വാട്ട് ഡിഡ് യു ഡു സിൻസ് ദ ലാസ്റ്റ് ടീം മീറ്റിംഗ്. അപ്പം തലേ ദിവസം ഒരു ടീം മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നത്തേക്ക് ഇന്നത്തെ ടീം മീറ്റിംഗ് വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. മുൻതർക്കലല്ല, ലാസ്റ്റ് ടീം മീറ്റിംഗ് കഴിഞ്ഞ് ഈ ഒരു ടീം മീറ്റിംഗ് ആകുമ്പോഴേക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഈസ് വാട്ട് ഓബ്സ്റ്റക്കിൾസ് ആർ യു എൻകൗണ്ടറിങ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുന്നുണ്ടോ. ആൻഡ് തേർഡ് വൺ ഈസ് വാട്ട് ഡു യു പ്ലാൻ ടു അക്കംപ്ലിഷ് ബൈ ദ നെക്സ്റ്റ് ടീം മീറ്റിംഗ്. അടുത്ത ടീം മീറ്റിംഗ് ആകുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വാട്ട് ആർ യുവർ പ്ലാൻസ് അല്ലേ, നിങ്ങൾ നെക്സ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പം ഒരു സ്ക്രം മീറ്റിങ്ങിൽ ഈ 3 കാര്യങ്ങളാണ് എല്ലാ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും ചോദിക്കുക. ക്ലിയർ? Then a team leader called a scrum master leads the meeting and assess the response from each person. സോ ഇതിന് ലീഡ് ചെയ്യുന്ന ഒരു ടീം ലീഡ് ഉണ്ടാവും. അവരാണ് ഈ ഒരു സ്ക്രം മീറ്റിംഗ് നടത്തുന്നത്. അവരെ സ്ക്രം മാസ്റ്റർ എന്നാണ് പറയുക കേട്ടോ. ആൻഡ് ദ സ്ക്രം മീറ്റിംഗ് ഹെൽപ്സ് ദ ടീം ടു അൺകവർ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ആസ് ഏർലി ആസ് പോസിബിൾ. ആൻഡ് ഓൾസോ ദീസ് ഡെയിലി മീറ്റിംഗ്സ് ലീഡ് ടു നോളജ് സോഷ്യലൈസേഷൻ ആൻഡ് thereby promote a self-organizing team structure. അപ്പോൾ ഇങ്ങനെ സ്ക്രം മീറ്റിംഗ് നടത്തുന്നതിനെ കൊണ്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. നോളജ് സോഷ്യലൈസേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും ഓൺ എ ഡെയിലി ബേസിസ് ഇങ്ങനെ മീറ്റിംഗ് നടത്തുമ്പോൾ. അപ്പോൾ തന്നെ എന്താണ്, ആൻഡ് ഇറ്റ് പ്രൊമോട്ട് എ സെൽഫ് ഓർഗനൈസിങ് ടീം, നല്ലൊരു ടീം സ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതാണ് സ്ക്രം മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡെമോസ്. ഡെമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡെലിവർ ദ സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ് to these customers so that functionality that has been implemented can be demonstrated and evaluated by the customer. നമുക്കറിയാലോ ഡെമോ അല്ലെങ്കിൽ മോഡൽ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒറിജിനൽ സാധനത്തിൻ്റെ ഒരു സാമ്പിൾ അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ ഡെമോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കാൻ നോക്കുന്നത് അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി ഒക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഡെമോ. അത് നമ്മൾ ആർക്കാണ് കൊടുക്കുക, കസ്റ്റമേഴ്സിനാണ് കൊടുക്കുക. സോഫ്റ്റ്വെയർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെമോ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. സോ ദാറ്റ് അത് ഫങ്ഷനാലിറ്റി എല്ലാം കറക്റ്റ് ആയിട്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ കസ്റ്റമർ ഇവാലുവേറ്റ് ചെയ്യും. And it is important to note that the demo may not contain all planned functionality, but rather those functions that can be delivered within the time box that was established. അപ്പം ഡെമോസിൽ എല്ലാ ഫങ്ഷനാലിറ്റി ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആ ഒരു ടൈം ലൈനിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അപ്പം കാണിക്കുന്നുണ്ടാവുക. അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ടല്ല, ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ആൻഡ് അത് വെച്ചിട്ട് ആ കസ്റ്റമർ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് കേട്ടോ. അപ്പോൾ ബാക്ക്ലോഗ് ഉണ്ട്, സ്പ്രിൻസ് ഉണ്ട്, സ്ക്രം മീറ്റിംഗ് ഉണ്ട്, അതുപോലെ ഡെമോസ്. ഇതാണ് പ്രോസസ് പാറ്റേണിൽ വേറെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഒരൊറ്റ പോയിന്റ് വായിച്ചുതരാം. ദ സ്ക്രം പ്രോസസ് പാറ്റേൺ enables a software team to work successfully in a world where the elimination of uncertainty is impossible. അപ്പം നമ്മുടെ ഈ ഒരു നല്ലൊരു എഫക്റ്റീവായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടീമിന് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ് മോഡലാണ് സ്ക്രം പ്രോസസ് പാറ്റേൺ എന്ന് പറയുന്നത്. എല്ലാ അൺസർട്ടനിറ്റീസും അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ അൺകവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡലാണ് നമ്മുടെ സ്ക്രം പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.